ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കളേഴ്സ് ഓഫ് ലൈഫ്. ഇന്ന് 4th ഡേ ആണ് പ്രാഗിൽ. നമ്മളിന്ന് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മ്യൂസിയം ഓഫ് ഇല്യൂഷൻ. ഫസ്റ്റ് ഒരു കളൈഡോസ്കോപ്പാണ്. അടുത്തതായിട്ട് ഇവിടെ ഒരു ഹോഴ്സും ചാരിറ്റും കാണാം. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വീല് നമ്മൾ ഫാസ്റ്റായിട്ട് സ്പിന്ന് ചെയ്യുമ്പോൾ ആ ഹോഴ്സ് റിയൽ ആയിട്ട് ഓടുന്ന പോലെ തോന്നും. ആക്ച്വലി അത് മൂവ് ചെയ്യുന്നില്ല. സ്പിന്നിങ് എഫക്റ്റും ലൈറ്റ് എഫക്റ്റും കൂടി ഒന്നിച്ച് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ ഇമേജസിനെ കണക്ട് ചെയ്യും. ഈ ഡിവൈസിന് പറയുന്ന പേര് സോയിട്രോപ്പ് എന്നാണ്. Точкой одна запаска и flashes of light give light to the image. ബേസിക്കലി ഇതിനെ ഒരു ഓൾഡ് വേർഷൻ ഓഫ് ആനിമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബ്രെയിൻ എങ്ങനെയൊക്കെയാണ് നമ്മളെ ട്രിക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ്. ഒരിക്കലും നിറയാത്ത ബിയർ ഗ്ലാസ്. ഇതുപോലെ വെട്ടിക്കണ്ടിച്ച് രണ്ടാക്കും മുന്നേ എങ്ങനെയും രക്ഷപ്പെടണം. അല്ല, ഡ്യൂഡിനെ ഹെൽപ്പ് ചെയ്തു രക്ഷപ്പെടാൻ വേണ്ടി. ഓടുന്നതിനിടയിൽ ദാ ഒരു മണി വോൾട്ട്. ഡ്യൂഡ് വേഗം എടുക്ക, നമുക്ക് ഓടാ ഇവിടുന്ന്. ചുവരിലിരുന്ന അപ്പൂപ്പയെ കണ്ടില്ല. അപ്പൂപ്പൻ കൊളുത്തി കൊടുത്തു. ചെന്ന് പെട്ടത് ഒരു ഗൊറില്ലയുടെ അണ്ണാക്കിലേക്ക്. അവിടെ ഒന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നപ്പോൾ ദാ ഒരു ബൂഗിമാൻ. മിണ്ടല്ലേ. ബുഗിമാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ ലാഡർ വെച്ച് പതുക്കെ ഞാൻ കയറി ചെന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ മുറിയിൽ. അയാൾ എന്തോ ക്ലോണിങ് പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയും പിടിച്ചിട്ട് കുറേ കെമിക്കൽസും ആഡ് ചെയ്ത് നേരെ ഇഞ്ചെക്ട് ചെയ്തത് ഒരു ഡൈനോസോർ മുട്ടയ്ക്കകത്ത്. എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ ടൈം പോലും കിട്ടിയില്ല. ദേ ഞാൻ പുതിയ രൂപത്തിൽ. പെട്ടെന്നതാ വരുന്നു ഒരു ഇന്ദ്രജാലക്കാരൻ. അയാൾ ട്രാൻസ്ഫർ ചെയ്ത പവറിൽ നിന്നും എനിക്ക് എൻ്റെ സ്വന്തം രൂപം വീണ്ടും കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയ ആ പവർ യൂസ് ചെയ്ത് കുറച്ച് ഫൺ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാമെന്ന് കരുതി ചെറിയ ആളിനെ വലിയ ആളാക്കി, വലിയ ആളിനെ ചെറിയ ആളാക്കി, പിന്നെ ഞാൻ ചെറിയ ആളിനെ വലിയതാക്കി. അങ്ങനെ കുറച്ച് നേരം ഫൺ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഒറിജിനൽ രൂപത്തിൽ തിരിച്ചെത്തി. കണ്ടോ എൻ്റെ പവറിൻ്റെ ഒരു ഗുണം? ബാലെ സ്പ്ലിറ്റ്സ് ഒക്കെ എന്ത് ഈസി ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. തിരിച്ചിറങ്ങിയപ്പോൾ ഒരു ചെറിയ നടുവേദന ഉണ്ടായിരുന്നു. തുറങ്കലിൽ അടച്ചെങ്കിലും അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഫ്രൂട്ട്സ് പാത്രത്തിനിടയിൽ തലയൊളിപ്പിച്ച് അവിടുന്ന് പിന്നെയും രക്ഷപ്പെട്ട് കയറിപ്പറ്റിയതോ ടൈറ്റാനിക് കപ്പലിൽ. അതാണെങ്കിൽ നടുകടലിൽ മുങ്ങി. അവിടുന്ന് നേരെ നീരാളിയുടെ വായിൽ. ഏതോ ഒരു അജ്ഞാത ശക്തി. ഇന്നൊന്നും ഓർമ്മയില്ലടോ. ഓർമ്മ വന്നപ്പോൾ ദാ കരക്കടിഞ്ഞ മീനെ പോലെ ഇവിടെ ഇരിക്കുന്നു. ഇന്നത്തെ അഡ്വഞ്ചേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. മ്യൂസിയം ഒക്കെ കണ്ട് തിരിച്ചിറങ്ങിയപ്പം ഒരു സ്റ്റേഷനറി ഷോപ്പിൽ ഇത് കണ്ടോ, ഒരു ഗൊറില്ല പെൻസിൽ വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്. രസമില്ലേ? ആർട്ട് ഓഫ് ഇല്യൂഷനിൽ കയറി ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാം. ഇതൊരു നെക്സ്റ്റ് ലെവൽ സിസ്റ്റം ആണ് കേട്ടോ. ഈ റോഡിൽ കൂടെ എല്ലാം പോകും. ബസ്, ട്രാം, കാറ് എല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഒരു സെയിം റോഡാണ്. ബട്ട് സ്റ്റിൽ നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. ഇങ്ങോട്ട് നടന്നു വരുമ്പം ഇത് കണ്ടോ, നമുക്ക് പരിചയമുള്ളൊരു വാക്കാത്. ഈ കുണോന്ന് വെച്ച എന്താ കുട്ടി മാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞേരണേ. കിനോ എന്ന വാക്കിൻ്റെ അർത്ഥം സിനിമ അല്ലെങ്കിൽ മൂവി തിയേറ്റർ എന്നാണ് അർത്ഥം. ഇത് ജർമ്മൻ, റഷ്യൻ, പോളിഷ്, സ്വീഡിഷ് എല്ലാ ലാംഗ്വേജസിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. മഴ ചെറുതായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു. ജോജു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തു ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഏതായാലും ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഴിച്ചിട്ട് നമുക്ക് ഹോട്ടലിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോകാം എന്ന് തീരുമാനിക്കാം എന്നുള്ള പ്ലാനിലാണ്.
ജോജുവിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. പൂക്കളൊക്കെ കണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് എന്ത് അടിപൊളിയാണ്, രസമില്ലേ? ജോജു എത്തി. ഞങ്ങൾ ഈ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. റെസ്റ്റോറൻറ്റ് കൊറിയൻ ആണെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്തത് തായ്, ജാപ്പനീസ്, ചൈനീസ് ആണ്. ജോജു ജാപ്പനീസ് കത്സു, വിനോദ് തായ് റെഡ് ചിക്കൻ കറി ആൻഡ് റൈസ്, ഞാൻ കഴിച്ചത് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഫുഡ് നല്ലതായിരുന്നു. ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം. ഭയങ്കര ഉണ്ടോ ഉണ്ടോ ഉണ്ടോ. ഇതൊക്കെ എന്തോ ഫ്ലേവറാ? ചെറി മാനിയ, ചോക്കോളാഡോ ചോക്കോളാഡോ ചോക്കോട്ടോ. ഞാൻ വാങ്ങിച്ചത് മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട്. എനിക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പുളി ഭയങ്കര ഇഷ്ടമായി. എന്താ സന്തോഷം. എന്നെ അതിശയിപ്പിച്ച വേറൊരു കാര്യം, ജോജു അധികം മധുരമൊന്നും കഴിക്കത്തില്ല. ഈ പ്രായത്തിൽ തന്നെ ഭയങ്കര കൺട്രോൾഡാണ്. ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ടോ, ഓരോരുത്തരും ഓരോ മൂലയ്ക്ക് ഫോണും പിടിച്ചോണ്ട്. എന്താ ചെയ്യാ. ഏതായാലും ഞങ്ങൾ പുറത്തിറങ്ങി. നമ്മളിപ്പോ ഇപ്പൊ എങ്ങോട്ടാ പോന്നേ? ഞങ്ങളിപ്പോ അടുത്തായിട്ട് നമ്മൾ എവിടോട്ടാ പോന്നേ? എവിടാടാ കുഞ്ഞു? എങ്ങോട്ടാ പോകുന്ന? സ്ഥലത്തിന്റെ പേരെന്തോ? ഏത് ഗാർഡനാ? എന്തോ എന്തോ സോഡിയല്ലേ? വയോനോവി സാഡി. അവിടെ പോവാ ഗാർഡൻ. അവിടെ മാഗ്നോളിയ ഫ്ലവേഴ്സും പീകോക്കിനെയൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പുറത്തുനിന്ന് മഴയാണ് ഗൈസ്. ഞാൻ ടിക്കറ്റ് ഒന്നും എടുത്തില്ലേ. ഏത് ടിക്കറ്റാ? നമ്മൾ ഇന്നലെ പോയ സെയിം സ്റ്റേഷൻ അല്ലേ? അല്ലയോ? 2 hours later. മഴ ചതിച്ചു ഗൈസ്. പട്ടി ചന്തയ്ക്ക് പോയാൽ ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. യാത്രയില്ല, എവിടെങ്കിലൊക്കെ വെച്ചാണ്. അപ്പം ശരി, കാണാം. എന്നെ പലതും പറഞ്ഞു മോഹിപ്പിച്ചു, പലയിടത്തും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു മോഹിപ്പിച്ചു, പറ്റിച്ച്. അതെ, ആണോ? അതെ, അല്ല ശരിയാവൂല, അത് ക്ലാഷ് ആവും. സമയത്തായിരിക്കും വരുന്നത്. അത് സസ്പെൻസ്. ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ചത് ഈ പൂവാണ്. ഇത് മാഗ്നോളിയ ഫ്ലവേഴ്സ് ആണ്. ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ പെയിൻറ്റിങ്സ് കണ്ടിട്ടേ ഉള്ളൂ. നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയാസിൽ ഇങ്ങനത്തെ പൂക്കൾ ഉണ്ടാവില്ല. അത് ഇതിൻ്റെ ഒരു സ്പീഷീസാണ് നമ്മുടെ നാട്ടിലെ ചെമ്പകം. പിന്നെ മിസ്സായത് ഇവിടുത്തെ ഷെക്ക് ഫുഡാണ്. അത് ഗുലാഷ്, ഒരു സൂപ്പാണ് സെർവ്ഡ് വിത്ത് ബ്രെഡ്. നാളെ ഞങ്ങൾ ഈ ബ്യൂട്ടിഫുൾ സിറ്റിയോടും ജോജുവിനോടും വിട പറഞ്ഞിട്ട് വിയന്നയിലേക്ക് പോകുകയാണ് ബൈ ട്രെയിൻ. So you guys stay tuned for the next video. Until then, bye.